ടനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമമന്ദിരം രാഷ്ട്രത്തിൻ്റെ അഭിമാനമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വാഭിമാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഉജ്ജ്വല മുഹൂർത്തം വന്നു ചേരുമെന്ന ഉറച്ച ബോധത്തിൽ നമ്മൾ രാമചന്ദ്ര സേനയായി. ഓരോ ഗ്രാമത്തിലും രാമക്ഷേത്രത്തിനായി ശിലകളൊരുങ്ങി. നൂറ്റാണ്ടുകളായി പോരാട്ടത്തിൽ നമ്മളുടെ തലമുറയും അണിചേർന്ന് കർസേവ നടത്തി. കർസേവയ്ക്ക് പോകുന്ന സമയത്ത്, ആ യാത്രാ സമയത്തുണ്ടായ അനുഭവങ്ങൾ, അയോധ്യയിൽ എത്തിച്ചേർന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ, ഇത് ഈ പുതുതലമുറയ്ക്ക് കേൾക്കാനും മനസ്സിലാക്കാനും വലിയ താല്പര്യമുണ്ട്. ആ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാം. പ്രത്യേകിച്ച് പ്രേരണാദായകമായ ഒട്ടനവധി അമ്മമാർ, സഹോദരിമാർ, ഇവരെല്ലാം നടത്തിയ ഈ കർസേവർക്ക് വേണ്ടിയിട്ടുള്ള, കർസേവർ കാണുന്ന സമയത്ത് അവർക്ക് ഒരു പോരാട്ടം നടത്താം. ആ പോരാട്ടത്തിന് നിദാനമായ അല്ലെങ്കിൽ അവർക്ക് പ്രേരണാദായകമായ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് പങ്കുവയ്ക്കാമോ? അതിൽ ആരംഭം ചിന്തിക്കുമ്പോൾ തന്നെ ഭാരതം മുഴുവൻ കർസേവയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൻ്റെ ഒരു ഹിന്ദുത്വ കാര്യത്തിലുള്ള മെല്ലെപ്പോക്ക് ഭാരതം മുഴുവനുള്ള ഒഴുക്കിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വഭാവം ഇവിടെ സാമൂഹ്യ ജീവിതത്തിലുണ്ടല്ലോ. സംഘത്തിൻ്റെ പ്രവർത്തകന്മാരും ഹിന്ദുത്വാഭിമാനികളായ പ്രവർത്തകന്മാരും ഹിന്ദുക്കളെ ഉണർത്തിയെടുക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ട സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന ആന്ധ്രയിലോ കർണാടകത്തിലോ ഒക്കെ ഉണ്ടായതുപോലുള്ള ഒരു സ്വയം പ്രേരിതമായ ഒരു വലിയ ഉണർവ് കർസേവയ്ക്ക് പോകാനായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് ആദ്യത്തെ കണക്കുകളൊക്കെ നോക്കിയപ്പോൾ വളരെ ശുഷ്കമായ സംഖ്യയിലാണ് കർസേവയ്ക്ക് പോകാൻ തയ്യാറായത്. പക്ഷെ അന്നത്തെ ക്ഷത്രിയ പ്രചാരക് സൂര്യനാരായണ റാവു അദ്ദേഹം കേരളത്തിലെ മുഖ്യപ്രവർത്തകരുടെ ഒരു ബൈഠക്ക് എടുത്തു. ആ ബൈഠക്കിൽ അദ്ദേഹം വിവരിച്ച ആ ഒരു ചാതുര്യം, സംഘടനാ ചാതുര്യം വിവരിച്ചത് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു, കർണാടകത്തിലും ഒക്കെ വരുന്നതായ തയ്യാറെടുപ്പിൻ്റെ ലക്ഷണങ്ങൾ, അമ്മമാർ പോലും ഞങ്ങൾ തയ്യാറായിട്ട് ഞങ്ങളും വരുന്നു കർസേവയ്ക്ക് എന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾക്കിപ്പോൾ അനുമതിയില്ല എന്ന് പറയേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുപോലെ രാമജന്മഭൂമി കാര്യത്തിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ധനികരായ ആൾക്കാരുടെ ഉദാഹരണങ്ങൾ, അതൊക്കെ കേരളത്തിന് വലിയ അന്ന് പുതുമയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ അദ്ദേഹം ബൈഠക്കുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കേരള വ്യാപകമായ അതേ ഉത്സാഹത്തോടുകൂടി നമ്മളെ പ്രവർത്തകർ സഞ്ചരിച്ച് തയ്യാറെടുത്തപ്പോൾ വളരെ വലിയ സംഖ്യയിൽ കർസേവകന്മാർ കേരളത്തിലും തയ്യാറായി. പക്ഷേ കർസേവന്മാർ വരേണ്ടത് ഈ അന്നത്തെ 90 ഒക്ടോബർ 30 നടക്കുന്ന കർസേവയ്ക്ക് വേണ്ടിയും അതിനുശേഷം പിന്നീട് നിശ്ചയിച്ച നവംബർ മാസം 2-ാം തീയതിയുള്ള കർസേവയ്ക്ക് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ പൊതുവെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അവരെല്ലാം വരും, ട്രെയിനൊക്കെ ബുക്ക് ചെയ്തു, കുറേയൊക്കെ ബുക്ക് ചെയ്യാതെ പോകാം എന്നൊക്കെയുള്ള ഉത്സാഹത്തിലാണ്. അപ്പോൾ അതിനുവേണ്ടി കർസേവകർ ഇവിടെ നിന്ന് വരുമ്പോൾ അവർക്ക് വേണ്ട മുൻകരുതലായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ നടത്താൻ, താമസിക്കാനും അവരുടെ യാത്രക്കും ഭക്ഷണത്തിനും ഒക്കെയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടനയുടെ വ്യവസ്ഥയനുസരിച്ച് അന്ന് പ്രാന്ത സേവാ പ്രമുഖായിരുന്ന ഞാനും അതുപോലെ തന്നെ അന്നത്തെ മുതിർന്ന നമ്മുടെ പ്രചാരക വിശ്വംബാപ്പയും തിരുവനന്തപുരത്ത് അന്ന് ജില്ലാ കാര്യവാഹമായിരുന്ന രാജശേഖരനൊക്കെ തന്നെ ഞങ്ങൾ ആദ്യം അയക്കപ്പെട്ടത്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ പത്രവാർത്തകളൊക്കെ ഉണ്ട്. അയോധ്യയിൽ ആരെയും പ്രവേശിപ്പിക്കില്ല, കർസേവർ നടത്താൻ അനുവദിക്കില്ല, പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്, കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട്, ബാരിക്കേഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്, രഹസ്യാന്വേഷണ വകുപ്പുണ്ട്, ഇങ്ങനെ പല വാർത്തകളും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോയി ഇറങ്ങേണ്ടത് ലക്നൗ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ലക്നൗ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ പുറത്തേക്ക് പോകാൻ തന്നെയുള്ള ആ ഉദ്വേഗ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരിക. അപ്പോൾ നോക്കുന്നതെല്ലാം പോലീസാണോ, നമ്മളെ സൂക്ഷിക്കുന്നവരെല്ലാം പോലീസാണോ, സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രത്യേകമായി കേരളീയ വേഷത്തിലാണ് നമ്മൾ സാധാരണ സഞ്ചരിക്കുന്നതെങ്കിലും നമ്മുടെ വേഷം കൊണ്ട് മനസ്സിലാവാത്ത തരത്തിലൊരു കാൽസറായിയൊക്കെ ഞങ്ങളും വലിച്ചു കയറ്റിയിട്ടുണ്ട്. എന്നാലും മുഖം കൊണ്ടൊക്കെ മനസ്സിലാവും. അപ്പോൾ സൂക്ഷിച്ച് ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് ഒരർത്ഥത്തിൽ ഈ ഒരു മോഷ്ടാക്കളെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പെടാതെ ഉള്ള ഒരു മനഃശാസ്ത്രത്തിലാണ് തപ്പിത്തടഞ്ഞ് പുറത്തേക്ക് കടന്നത്. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തെത്തി അന്നത്തെ അവിടുത്തെ പ്രാന്തപ്രചാരകമായിരുന്ന ബാലകൃഷ്ണ ത്രിപാഠി, പിന്നീട് അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖായിരുന്നു, അദ്ദേഹവും അതുപോലെ തന്നെ ഓർഗനൈസറിൽ ജോലി ചെയ്തിരുന്ന ശേഷാദ്രിചാരി, അദ്ദേഹം പിന്നീട് BJPയുടെ ഒക്കെ സമുന്നതമായ നേതൃത്വത്തിലേക്ക് വന്നിരുന്നു, അദ്ദേഹമൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ ഈ കർസേവ എന്നുള്ളത് എല്ലാവരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള 3 ഗ്രാമങ്ങളുണ്ട്, ആ പ്രദേശത്ത് അവർക്ക്
താമസിക്കാനുള്ള സംവിധാനം ചെയ്യണം, അതിന് നിങ്ങൾ മുൻകൂട്ടി പോയി ആ ഗ്രാമങ്ങളിൽ ജനങ്ങളുമായിട്ട് സംസാരിക്കണം, അവർ നിങ്ങൾക്ക് സഹായങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെയും ഈ അയക്കുന്നതിലൊക്കെ ഈ മീറ്റിങ്ങുകൾ നടത്തുന്നിടത്തൊക്കെ തന്നെ ഒരു ഭയപ്പാടിൻ്റെ ഒരു രഹസ്യ സ്വഭാവം അതുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ അവിടെയുള്ള 3 ഗ്രാമങ്ങൾ സനേതു, നരിയാമ, ഗംഗോലി എന്ന 3 ഗ്രാമങ്ങളിലാണ് ഓർമ്മയുണ്ട് ഞങ്ങൾ എത്തിയത്. അത് അയോധ്യയിൽ നിന്ന് സൂരജ് കുണ്ട് എന്ന് പറയുന്ന വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ കുളിച്ചിട്ടാണ് അത്ര യോദ്ധാക്കൾ ഓരോ തവണയും യുദ്ധത്തിന് വേണ്ടി ഈ അയോധ്യയിലേക്ക് പോയത്. അങ്ങനെ പവിത്രമായ ആ തടാകത്തിന് കുറച്ച് ദൂരെയായിട്ടുള്ള ഈ ഗ്രാമങ്ങളിൽ ഞങ്ങൾ താമസിച്ചു. അപ്പോൾ ആ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഒരു സഹകരണം അത് വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രാദേശികമായ ഭാഷ അവധിയാണ്. ഞങ്ങൾക്ക് പൊട്ടിപ്പൊളിഞ്ഞ ഹിന്ദിയാണ് അറിയുന്നത്. ഒരുപക്ഷെ ഇന്ന് ഞാനൊക്കെ അഖില ഭാരതത്തിൽ സഞ്ചരിച്ച് ഹിന്ദിയിലുള്ള ഒരു അറിവും അല്ലെങ്കിൽ അനുഭവവും അത്രയൊന്നില്ല. ഒരുപക്ഷെ വിശ്വംബാപ്പയും രാജശേഖരനേക്കാൾ അതിനേക്കാൾ കുറവാണ് ഹിന്ദിയിലുള്ള പരിചയം. പക്ഷേ ഭാഷയൊന്നും അവിടെ പ്രശ്നമായിരുന്നില്ല. ഞങ്ങൾ വന്ന ലക്ഷ്യം എന്താണെന്ന് അവർക്കറിയാം. ഞങ്ങളെ സംരക്ഷിക്കുകയും ആ ദിവസങ്ങളിൽ വരുന്ന കർഷകരെ താമസിക്കാനുള്ള സംവിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ തയ്യാറെടുപ്പ്. അപ്പോൾ അവിടെ വലിയ ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എത്ര വേണമെങ്കിലും അരിയും ഗോതമ്പും അല്ലെങ്കിൽ മറ്റു ദാളും ഒക്കെ തന്നെ നൽകാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സഹകരണത്തിലാണ് ഈ ഗ്രാമജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ താമസിപ്പിച്ചത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ വാർത്തകൾ വരാൻ തുടങ്ങി. ഒറ്റ ആൾക്കാരെ അവിടെ എത്തിക്കില്ല. അപ്പോൾ ഇവിടുന്ന് വന്ന കർഷകരെയൊക്കെ ഝാൻസിയിൽ അറസ്റ്റ് ചെയ്യുന്നു, ലക്നൗവിൽ എത്തുന്ന അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഉള്ള വാർത്തകൾ വരുമ്പോൾ എന്താണ് ചെയ്യുക എന്ന്. അപ്പോൾ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളുടെ സൗകര്യമൊന്നും അന്നില്ല. അപ്പോൾ ഫോൺ മുഖാന്തരമുള്ള നിർദ്ദേശങ്ങളൊന്നും നമുക്ക് കേരളത്തിൽ നിന്നോ അഖില ഭാരതത്തിലോ കിട്ടാനില്ല. ഈ പറയുന്ന ലഖനൗ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ സംവിധാനത്തിനകത്ത് നിന്ന് നമുക്ക് ചില രഹസ്യ ദൂതന്മാർ വഴി വരുന്നതായ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ ചിലർ തന്നെ വന്ന് നമ്മളോട് പറയുന്നതായ നിർദ്ദേശങ്ങളെ നമുക്കുള്ളൂ. അപ്പോൾ എന്നാലും ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ടൊക്കെ പുറത്തു പോയി പരിസരങ്ങളൊക്കെ വീക്ഷിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവർ ഇവിടുത്തുകാരല്ല എന്നുള്ള നിലയിൽ ഞങ്ങളോട് സംസാരിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ജനങ്ങളുടെ പിന്തുണ അതൊരു വളരെ വലിയൊരു പിന്തുണയായിരുന്നു. സ്ത്രീകൾ പൊതുവേ അവിടെ നമ്മളെ മുന്നിൽ നിന്നും വരില്ല. പ്രായമായ അമ്മകൾ പോലും മുന്നിൽ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ആദ്യത്തെ അനുഭവമാണ്. മുഖം മുഴുവൻ മറച്ചിട്ടാണ് വരുന്നത്. അന്നത്തെ സാമൂഹ്യ ജീവിതം അവിടുത്തെ ഇന്നും ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഗ്രാമങ്ങളിൽ. അപ്പോൾ എന്നാലും അവരുടെ സ്നേഹപൂർണമായ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിർഭയം കഴിഞ്ഞത്. പോലീസിൻ്റെ എല്ലാ മർദ്ദന ഉപകരണങ്ങളെയും അതിജീവിക്കാൻ ജനങ്ങൾ തയ്യാറായിരുന്നു. ഞാനൊക്കെ താമസിച്ച വീട്ടിൽ അവരുടെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പ് എല്ലാം പോലീസിന് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്, എല്ലാ വീടുകളിലെയും ജീപ്പ്. പക്ഷേ ആ വീട്ടിൻ്റെ ലഖൻ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടയറൊക്കെ ഊരി വേറൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ജീപ്പ് കേടാണ് എന്ന് പറഞ്ഞിട്ട് കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രമാത്രം സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന്.